ശങ്കുട്ടി ദാസ്, പരമ്പരാഗതമായി കേരളത്തിലെ രാഷ്ട്രീയം ബൈപ്പോളാറാണ്. ശരിക്കും ഇവിടെ കുറെ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടെങ്കിലും ആ കക്ഷികൾ രണ്ട് മുന്നണികളായി, രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ഇരുധ്രുവ രാഷ്ട്രീയത്തിനാണ് പ്രസക്തി. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 31,61,922 വോട്ടുകൾ, 15.53% വോട്ടുകൾ BJP നേടി ഒരു പ്രസൻസ് ആയിരുന്നു. പക്ഷെ അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറകോട്ട് പോയി. ഈ തവണ ഈ ഇരുധ്രുവ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 6-7 മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം, ഒരു ഫൈറ്റ് കൊടുക്കാൻ BJPക്ക് സാധിക്കുമോ? തീർച്ചയായിട്ടും സാധിക്കും. ഇത്തവണ 20 മണ്ഡലങ്ങളിലും വലിയ ബാറ്റിൽ കാഴ്ചവെക്കാൻ BJPക്ക് ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുന്നിൽ നടന്നിട്ടുള്ള സംഭവമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം പരമ്പരാഗതമായി ബൈപ്പോളായിരുന്ന സമയത്ത് കേരളത്തിലെ രണ്ട് പാർട്ടികളും ദേശീയ പാർട്ടികളായിരുന്നു എന്ന കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ രാജ്യം ഭരിക്കേണ്ട പാർട്ടിയെ തെരഞ്ഞെടുക്കേണ്ട പാർലമെന്ററി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും രണ്ട് ദേശീയ പാർട്ടികൾക്കിടയിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള അവസരം മലയാളികൾക്ക് മുന്നേ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ രണ്ട് പ്രബല മുന്നണികളും ദേശീയ സാഹചര്യത്തിൽ അപ്രസക്തരായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കാൻ ആര് എന്ന ചോദ്യത്തിന് ഈ രണ്ട് ഓപ്ഷനിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം മലയാളികൾക്ക് ഇന്നില്ല. അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ, രാജ്യം ഭരിക്കാൻ കഴിഞ്ഞ 10 വർഷം രാജ്യം ഭരിച്ച, രാജ്യം എങ്ങനെ ഭരിക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്നിട്ടുള്ള ജനക്ഷേമ പദ്ധതികൾ, ജനോപകാര പദ്ധതികൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളൊക്കെ ആളുകളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിച്ചിട്ടുള്ള, ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ആനുകൂല്യം എത്തിച്ചിട്ടുള്ള, രാജ്യത്തിന്റെ മുഖച്ഛായയും പ്രതിച്ഛായയും മാറ്റി മറിച്ചിട്ടുള്ള ഒരു പുതിയ സർക്കാർ ഇന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഓപ്ഷനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിന്റെ ചരിത്രപരമായിട്ടുള്ള വോട്ടിംഗ് ശൈലിയൊന്നുമല്ല ഇത്തവണ മലയാളിയെ സ്വാധീനിക്കുക. ഇത്തവണ കേരളത്തിൽ നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു വികാരമുണ്ട്. 2009 ശേഷം കൺസിസ്റ്റന്റ് ആയിട്ട് BJPയുടെ വോട്ട് ഷെയർ എല്ലാ തെരഞ്ഞെടുപ്പിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. 2014 വളരെ വലിയ തോതിലേക്ക് അത് എത്തിയിട്ടുണ്ടായിരുന്നു. 2021 നിങ്ങൾ പറഞ്ഞിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. കാരണം 2 നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. നോമിനേഷൻ പേപ്പേഴ്സ് തള്ളിപ്പോയതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 50,000-അടുത്ത് വോട്ട് BJPക്ക് അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു. പിന്നീട് ഘടകകക്ഷികളെ പരീക്ഷിച്ചിട്ടുള്ള മുന്നണി സമവാക്യത്തിൽ BJP മത്സരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പല മണ്ഡലങ്ങളിലും ഘടകകക്ഷികളുടെ പാർട്ടികളാണ് മത്സരിച്ചത്. അവിടെയൊന്നും BJPക്ക് കിട്ടുന്ന വോട്ടുകൾ ഈ പറയുന്ന മുന്നണിയിലെ പല കക്ഷികൾക്കും നേടാൻ സാധിച്ചില്ല എന്നതൊക്കെയാണ് ആകെ മൊത്തത്തിൽ എടുക്കുമ്പോൾ സാങ്കേതികമായിട്ട് BJPയുടെ വോട്ട് കുറഞ്ഞു എന്ന് പറയാൻ നമുക്ക് സാധിക്കുക. എന്നാൽ ഈ 2020 വരെ നടന്ന, ഒരു വർഷം മുമ്പ് വരെ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് റെക്കോർഡ് വോട്ടാണ് 17.01%. കേരളത്തിൽ BJPക്ക് ഇന്നുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അപ്പൊ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ആ അന്തരീക്ഷത്തിന്റെ ശക്തി കൂടുതൽ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നിട്ടുള്ളത്. BJPക്ക് ഇത്തവണ അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ 6-7 മണ്ഡലങ്ങളിൽ ജയസാധ്യത പോലും പ്രവചിക്കപ്പെടുന്ന തരത്തിൽ വലിയ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടുള്ള മത്സരമാണ്. എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ടുള്ള മത്സരമാണ്. പല അത്ഭുതങ്ങളും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും കണക്കുകൂട്ടുന്നത്. കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങുന്നില്ലേ എന്ന് ചോദിച്ച ആളുകളുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തവണ ഒരു ബ്രാഞ്ച് തന്നെ തുടങ്ങാനുള്ള പദ്ധതിയിലാണ് BJP. ശരി, അക്കൗണ്ട് അല്ല ബ്രാഞ്ചാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ് BJPയുടെ ക്ലെയിം.